പാപ്പാൻ ആനയെ മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് സബ് ഗ്രൂപ്പ് ഓഫീസർക്കും പോലീസിനും വനവകുപ്പിനും പൗരസമിതി പരാതി നൽകിയത്. മതപ്പാടിലുള്ള ആനയെ ലഹരിക്കടിമയായ പാപ്പാൻ നിരന്തരം മർദ്ദിക്കുന്നതായാണ് പരാതി. ആനയുടെ കാലിലെ മുറിവിലാണ് പാപ്പാൻ കമ്പുകൊണ്ടടിക്കുന്നത്. മദ്യത്തിന്റെ ലഹരിയിൽ തിരുവനന്തപുരം ഉള്ളൂർ കാർത്തികേയൻ എന്ന ആനയുടെ പാപ്പാന്മാർ ആനയെ ക്രൂരമായി മർദ്ദിക്കുന്നു എന്ന രീതിയിൽ കഴിഞ്ഞ ദിവസമാണ് സാമൂഹ്യമാധ്യമങ്ങളിൽ വീഡിയോ വന്നത്. വീഡിയോ സാമൂഹ്യമാധ്യമങ്ങളിൽ വൈറലായതോടെ ആനപ്പാപ്പാന്മാരെ തെറിവിളിക്കുവാനും ആന അവരെ ചവിട്ടിക്കൊല്ലുവാനും പ്രാർത്ഥിച്ചുകൊണ്ട് നിരവധി കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ ഓരോ വീഡിയോയ്ക്കും താഴെ പോസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ സത്യം എന്താണെന്ന് അന്വേഷിക്കുവാനോ ആനപ്പാപ്പന്മാർ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്നറിയുവാനും ആരും തയ്യാറല്ല. പൊതുവെ പ്രശ്നക്കാരനായ ഉള്ളൂർ കാർത്തികേയൻ എന്ന ആന മതപ്പാടിൽ കൂടുതൽ അക്രമകാരിയാകുന്നു എന്നത് സത്യമാണ്. മതപ്പാടിന്റെ മൂർധന്യാവസ്ഥയിൽ പാപ്പാന്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ആന കൂടുതൽ അക്രമകാരിയായി മാറുകയും കൊമ്പിൽ ചങ്ങല ചുറ്റിവലിക്കുകയും ചങ്ങല വലിച്ചു പൊട്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. ഇങ്ങനെ കാണിക്കുന്ന ആനയുടെ കാലുകളിൽ മുറിവുണ്ടാകാതിരിക്കാനായി പലപ്പോഴും ചങ്ങലയ്ക്കടിയിൽ റബ്ബർ വെക്കാറുണ്ടെങ്കിലും പിൻകാലുകൾ അഥവാ അമരത്തിലെ ചങ്ങലകൾ ആനയുടെ മാംസത്തിൽ പൂണ്ടുപോകാറുണ്ട്. അത് ഒഴിവാക്കണമെങ്കിൽ ദിവസവും ചങ്ങല ആനയുടെ കാലിൽ നിന്നും ഇളക്കിയിടണം. ഇത് ഒരു പാപ്പാന്റെ കടമയാണ്. ആ ജോലി മാത്രമേ ഉള്ളൂർ കാർത്തികേയൻ എന്ന ആനയുടെ പാപ്പാൻ ചെയ്തുള്ളൂ. അക്രമകാരിയായി നിൽക്കുന്ന ഒരു ആനയുടെ അടുത്ത് ചെന്ന് അതിന്റെ ചങ്ങല ഇളക്കിയിടണമെങ്കിൽ ആനയ്ക്ക് ചിലപ്പോൾ 1-2 അടി കുടിക്കേണ്ടി വരും. മുൻപ് ഈ ആനയുടെ പാപ്പാനായിരുന്ന അയ്യപ്പൻ എന്ന ആളെയും ഇവൻ കൊലപ്പെടുത്തിയത് മതപ്പാടിലായിരുന്നു. സ്വബോധം നഷ്ടപ്പെട്ട് എന്തിനേയും നശിപ്പിക്കുവാനായി ഭ്രാന്തിളകി നിൽക്കുന്ന ആനയുടെ അടുത്ത് ഒരു ആനപ്പാപ്പാൻ കയറി ചെല്ലണമെങ്കിൽ ആനയ്ക്ക് കേടുവരാത്ത രീതിയിൽ 1-2 അടി കൊടുത്താലും തെറ്റില്ല. ഇതൊന്നും അറിയാതെ സംഭവത്തിന്റെ വീഡിയോ ഷൂട്ട് ചെയ്ത് ആനയെ പീഡിപ്പിക്കുന്നു എന്ന് വലിയ വായിൽ നിലവിളിക്കാൻ കുറെ ഊളകൾ ഇറങ്ങിയിട്ടുണ്ട്.